നമ്മളുടെ അമ്മ മരിച്ചപ്പോൾ വാക്ക് കൊടുത്തതാണ്. അമ്മൻ തറയിൽ പോയി മഞ്ഞൾ തൊട്ട് സത്യം ചെയ്തതാണ്. പിഴ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടത് പാടില്ല എന്ന് നമ്മൾ പറയില്ല. പക്ഷേ പിഴ പറ്റരുത്. അത് നമ്മൾ സഹിക്കില്ല. ഇനിയെല്ലാം ഇഷ്ടം പോലെ. എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത്? ഇങ്ങനെ എടുത്തിയാടി പോണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസത്തോളം അസുഖമായിട്ട് അങ്ങ് പോയി. അല്ല പോട്ടെ, അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഞാൻ പകരം വേറെ ആളെ വെച്ചില്ലല്ലോ. ഉള്ളവരെയൊക്കെ വെച്ച് മാനേജ് ചെയ്യുകയല്ലേ ചെയ്തത്. ഇതിപ്പം വേറൊരാൾ വരാനുള്ള സാവകാശം പോലും ഇല്ല. അതാ പ്രശ്നം. അല്ല പിന്നെ ഒരു കാര്യം ചെയ്യും, താനൊരു 2 ആഴ്ചയോടെ നിൽക്കുക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ പോയിക്കാം. മഹാരാജ, ഇതെപ്പോൾ വന്നു? വീണ്ടും ഇവിടെയായോ ജോലി? ഇല്ല, അഗസ്റ്റിൻ സാർ മരിച്ചിറങ്ങിട്ട് വന്നു. അങ്ങനെയാണെങ്കിലും എനിക്കൊന്ന് കാണാൻ കിട്ടിയല്ലോ. കുറച്ച് തടിച്ചു. പ്രായമാകുമ്പോ അങ്ങനെ. നമ്മൾ തടിച്ചില്ലല്ലോ. രാജമ്മയ്ക്ക് പ്രായമായില്ലോ. ഭാര്യയെ കൊണ്ടുവന്നില്ല? അതൊക്കെ എങ്ങനെ അറിഞ്ഞു? നമ്മൾ എല്ലാം അറിയും. മകൾ വിജയലക്ഷ്മി അല്ലേ? സ്കൂളിൽ ചേർത്തോ? അവൾ 1ാം ക്ലാസ്സില്. പണം സൂക്ഷിച്ചു വെക്കണം. അവളെ നല്ലൊരാൾക്കൊപ്പം അയക്കാനുള്ളത്. അങ്ങനെ വലിയ പണമൊന്നുമില്ല രാജമ്മ. അതാണ് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞത്. നമ്മളെല്ലാം സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഒക്കെ ബാങ്കിൽ. ഇപ്പോൾ ഇവിടെ ബാങ്ക് വന്നിട്ടുണ്ട്. കയ്യിലിരുന്നാൽ കടം ചോദിക്കും. ബാങ്കിലിട്ടാൽ പലിശ കിട്ടും. ഇതിപ്പോൾ വലിയ നാടായി. സ്കൂളായി, പോലീസ് ഓഫീസായി, ടൂറിസ്റ്റ് ഓഫീസ് കൂടെ വന്നിട്ടുണ്ട്. നമ്മളവിടെ പാൽ കൊടുക്കാറുണ്ട്. വരൂ. എന്നിട്ടും രാജമ്മയ്ക്ക് കല്യാണം ആയില്ലല്ലോ. അങ്ങനെ ആര് പറഞ്ഞു? വന്നവരോടെല്ലാം നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു. അതെന്താ?
അവരെല്ലാവരും നമ്മുടെ പണത്തിനാണ് വന്നത്. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ പണത്തിന് അവകാശി വേറെയുണ്ട്. ആര്? അതാരാ? PK വിജയലക്ഷ്മി, നിങ്ങളുടെ മകൾ. ആര്? രാജ്യം എന്തൊക്കെയാ അത് പറയുന്നത്? നമ്മുടെ കാര്യം. നമ്മൾ അങ്ങനെയാണ് ബാങ്കിൽ പേര് കൊടുത്തത്. അവളാണ് നമ്മുടെ അവകാശി. പ- അത് കണ്ടോ? നമ്മളെ മറന്നുവല്ലേ? ഇല്ല രാജി, അങ്ങനെയല്ല. പക്ഷെ നീയല്ലേ മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തു പിഴ പറ്റില്ലെന്ന്? അതാണോ ഇത്രയും കാലം വരാത്തത്? നിങ്ങൾ വരുമെന്ന് നമ്മൾ എന്നും വിചാരിക്കും. എന്നും. പിന്നെ ആ വിചാരം നിർത്തി. രാജി, പിഴ പറ്റില്ല എന്ന് ഒരു ഉറപ്പ് നിങ്ങൾ തരുമെന്ന് നമ്മൾ കരുതി. നമ്മൾ മനുഷ്യരല്ലേ? എടാ, ഈ റൂം എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് എ പ്രിസൺ. നീ ജയിൽ ബ്രേക്ക് ചെയ്യണം. അതാണ് തഗ് ലൈഫ്. ബി എ തഗ് മാൻ. ഈ ഒരു കാര്യം ചെയ്യും, ഈ നേച്ചർ കൂടി. അതാകുമ്പോൾ ഡാബ് കിക്കാണ്, ഡാബ് കിക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു നേച്ചർ പിടിച്ചു. നല്ല കാറ്റ്, തണുപ്പ്, ഹെവിയാണ് മോനെ, ഹെവി. എവിടെ സ്ഥലം? ഇവിടെ അടുത്താണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ. ഒരു പ്രാവശ്യം പോയാൽ പിന്നെ നേച്ചർ നമ്മളിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാടി വിളിക്കാറുണ്ട്. പോകാൻ ടൈം കിട്ടാറില്ല. ഒന്ന് പോയാൽ പിന്നെ നീ അഡിക്റ്റഡ് ടു നേച്ചറാവും. ഈ റൂമും AC-യും 4 walls ഒക്കെ വിട്ടിട്ട് ഇനി ഫ്യൂച്ചർ എന്താണെന്ന് അറിയാമോ? എന്താ? ഓർഗാനിക് ഓർഗാസ്മിക്. അതിന് സാധനം ഈ ഓർഗാനിക് ഏത്തപ്പഴം, ഓർഗാനിക് കപ്പ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ഒരു എറോട്ടിക് വെർഷനാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൊച്ചിനെ കിട്ടി 2. പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ കൊണ്ടലിനി അങ്ങോട്ട് ഉണരുക.
സേഫാണോ? പിന്നെ 100% സേഫ്. നീ അവിടെ ഉണ്ടെന്ന് ദൈവം തമ്പുരാനും ഇല്ല അറിയത്തില്ല. പാമ്പൊക്കെ ഉണ്ടാവോ? പാമ്പാ? ഇവിടെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ എനർജി പോസിറ്റീവ് ആയിരിക്കണം. ഇമാതിരി ആക്രി ചോദ്യം ചോദിച്ചുകൊണ്ട് വരരുത്. ചെറിയൊരു പേടി, നേച്ചറല്ലേ. എടാ, കള്ളവടി വെക്കാൻ പോകുന്നവനെ മൂർഖം കടിച്ചാൽ മൂർഖനപ്പം വടിയാവും. അതാണ് ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി. കള്ളവടിയെന്നൊന്നും പറയില്ല തക്കേ. നീ നിൻ്റെ ഭാര്യനെയും കൊണ്ടൊന്നല്ലല്ലോ പോകുന്നത്, നിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിനെയും കൊണ്ടല്ലേ. ഇങ്ങനെ ഒളിച്ചും പാത്തം ചെയ്യുന്നതിനൊക്കെ തന്നെയാണ് കള്ളവടി എന്ന് പറയുന്നത്. ഞാൻ സ്ഥലവും അഡ്രസ്സൊക്കെ പറഞ്ഞുതരാം, നീ വേണമെങ്കിൽ എഴുതിയെടുക്കും. ഞാനെങ്ങുമില്ല. ഒരു കുഴപ്പമില്ല, ഒരു മനുഷ്യൻ ഉണ്ടാവത്തില്ല, ഭയങ്കര സേഫാ. ആളുള്ളിടത്തിരുന്ന എന്നാ പ്രശ്നം? ആളെടുത്തിരുന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ നോക്കാനോ എല്ലാം പറ്റും. ആളില്ലാത്തടത്ത് മാത്രമേ എന്നെ കെട്ടിപ്പിടിക്കത്തുള്ളൂ. അല്ല, എടാ, നീ എവിടെ വെച്ച് വേണേലും ഉമ്മയ്ക്കോ കെട്ടിപ്പിടിക്കോ എന്നാ വേണേലും ചെയ്തു, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും കണ്ടാലോ? കണ്ടാലും എൻ്റെ വീട്ടിലെങ്ങാനും പോയി പറഞ്ഞേ. ഓ, നിന്റെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നം, എൻ്റെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമില്ല. എൻ്റെ വീട് ഇവിടെ അല്ലല്ലോ, വയനാട്ടിലല്ലേ. ആ ശരിയാ, വയനാട്ടിലുള്ളവരെ ആരും കാണത്തുമില്ല കേൾക്കത്തുമില്ല. നീ അലമ്പാവല്ലേ? നോക്ക് നോക്ക്, നമുക്ക് പോവാം. 6:30 മുമ്പ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. ഞാൻ എത്ര നാളായിട്ട് ചോദിക്കോ, പ്ലീസ്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിനിമയ്ക്ക് പോവാം. എന്നതിന്? നിനക്കല്ലേ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും മുട്ടി നിൽക്കുന്നത്, തിയേറ്ററിൽ വെച്ച് ചെയ്തോ. അതാകുമ്പോൾ ആരും കാണത്തുമില്ല, എൻ്റെ മാനം പോത്തുമില്ല. അത് ഭയങ്കര റിസ്ക്കാ. എന്താ നിന്റെ കുടുംബക്കാർ മുഴുവൻ തിയേറ്ററിനകത്താണോ? അതല്ല, തിയേറ്റർ മുഴുവൻ ക്യാമറയില്ലേ. നമ്മൾ വിചാരിക്കും ക്യാമറയൊക്കെ ഇരുട്ടത്ത് ബ്ലൈൻഡാണ്, പക്ഷെ ബ്ലൈൻഡ് അല്ല, എല്ലാം കാണാം. നീ ഭയങ്കര കണ്ടുപിടുത്തക്കാരനാണോ? നമുക്കിതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഈ കല്യാണത്തിന് മുമ്പ് ഇപ്പം എല്ലാം അതാ ഫാഷൻ. നമുക്ക് ഓൾഡ് ഫാഷൻ ചേഞ്ചിന്. എനിക്ക് അത്ര നിർബന്ധമാണ്. നീ ഇപ്പൊ ഇവിടെ വെച്ച് എന്താണ് വെച്ചത്? അശ്ലീലെന്ന് പറഞ്ഞ ഒന്നുമില്ലടോ. ഓക്കെടോ. കണ്ണോടൊക്കെ നാളെ പോയല്ലേ? നാളെ പോവാം. നാളെ വരുമ്പോൾ ഇതുപോലെ സ്കാർഫും എടുത്തോ. ബൈക്കിന് പുറകിലിരിക്കുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് കാറ്റും പൊടിയൊക്കെ അടിക്കും. അപ്പോൾ ഈ തീവ്രവാദികൾ കെട്ടുന്ന പോലെ കെട്ടുണ്ട് സ്കാർഫ് വെച്ചിട്ട്. സംഭവം സ്റ്റൈലാണ്. എനിക്ക് അത്ര സ്റ്റൈൽ വേണ്ട. എനിക്ക് കാറ്റും പൊടിയൊന്നും അടിച്ചോട്ട് പ്രശ്നമല്ല. വയനാട്ടിൽ നിന്ന് ചാച്ചൻ്റെ ബുള്ളറ്റ് കയറി വരുന്ന നല്ല പ്രശ്നം. ഈ ആരെങ്കിലും കണ്ടാലേ
എടാ നീ ആരെയാടാ ഇത്രയും പേടിക്കുന്നത്? എൻ്റെ വീട്ടുകാരും പിന്നെ പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ ഭയങ്കര ബോറാണല്ലോ. അപ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, നീ ഇവിടെ വെച്ചാൽ മിസ്സുള്ളൂ കേട്ടോ. ഒടുവിൽ നീ പറയോ നസ്രാണി പെണ്ണിനെ കെട്ടാൻ വീട്ടുകാർ സമ്മതിക്കത്തില്ലെന്ന്? അതെന്നാ വർത്താനാ പറഞ്ഞു? എന്താ ഒരു ഡൗട്ട് വെച്ചതല്ലേ? ആ കൈ കാണിച്ചു. ഗുരുവായൂരപ്പനാണ് സത്യം, ഞാൻ കേട്ടു. ഗുരുവായൂരപ്പന് പണിയാവോ? എന്നാ നീയാണ് സത്യം, ഞാൻ കേട്ടൂടാ. അതെ, നാളെ വരുമ്പോഴേ സ്കാർഫ് ഇട്ടിട്ട് വരണം. എത്ര പറ്റുള്ളൂ, പ്ലീസ് ഒന്നും മനസ്സിലാക്കുക. ഒറ്റ മകനുള്ള പേരൻസിന്റെ ചില ടെൻഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ അമ്മച്ചി പിന്നെ ഗാന്ധാരിയാണല്ലോ, വീട് നിറച്ച് പിള്ളേരാ. പിന്നെ ഹലോ, ഇത് എന്ത് ഹെൽമെറ്റാടാ? മുഖമൊന്നും കാണാൻ മേലല്ലോ. ഫോൺ കാണാൻ പറ്റത്തില്ലെങ്കിലും ഭയങ്കര സേഫാണ്. അലമ്പാവില്ല, പ്ലീസ് ഒന്ന് കയറും. സംഭവം കുമ്മാണല്ലോടാ. വയനാട് മൊത്തം അലമ്പായിക്കൊണ്ടിരിക്കുക, തണുപ്പൊക്കെ കുറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കാം. എന്നാ പറയുന്നു? നീ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല? എന്നാ പറഞ്ഞു? നീ വേറെ എവിടെയോ? അല്ല, ഞാനേ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഉണ്ടെങ്കിൽ പിടിച്ച് തിന്നുവോ? അല്ല, അതല്ല. പിന്നെ നമുക്ക് അവിടേക്ക് അങ്ങോട്ട് നടന്നാലോ? അയ്യോ, ഇത്ര വണ്ടി ഓടിച്ചിട്ട് ഇനി നടക്കാനോ? നമുക്കിവിടെ എവിടെ ഇരിക്കാം കുറച്ച് നേരം. എന്നാ അവിടെ ഇരിക്കാം. ആ അല്ല, നമുക്ക് അതിനകത്തിരുന്നാലോ? അവിടെയോ? അതെന്നാത്തിന് അതിനകത്ത് കയറിയിരിക്കുന്നത്? ഇവിടെ നല്ല രസമല്ലേ? എന്നാടാ? ഒന്നുമില്ല. പറയടാ കേൾക്കാ. എന്നാ ഇല്ല, നിനക്ക് എന്നെ ഒരു വിലയില്ലല്ലോ. ഇവിടെ ഇപ്പൊ വിലയിടാൻ മാത്രം എന്നാ ഉണ്ടായേ? ഞാൻ അതിനകത്ത് ഇരിക്കാന്ന് പറഞ്ഞപ്പോ നീ ഇപ്പൊ എന്നെ പുച്ഛിച്ചില്ലേ? എടാ ഇവിടെ ഇരുന്നാ പോരെ, അതിനകത്ത് കയറി ഇരിക്കേണ്ട വല്ല കാര്യം ഉണ്ടോന്നാ ചോദിച്ചേ. ഇവിടെ ഇരുന്ന ഇപ്പൊ എനിക്ക് കെട്ടിപ്പിടിച്ചാനും ഉമ്മ നോക്കാനൊക്കെ തോന്നുന്നുണ്ട്. അതിപ്പോ ഇവിടെ വെച്ച് പറ്റുമോ? കെട്ടിപ്പിടിച്ചോടാ, അതിനിപ്പ എന്നാ?
പ്രൈവസി ഒക്കെ വേണ്ടേ? എടാ ഇവിടെ മൊത്തം പ്രൈവസി അല്ലേടാ, കെട്ടിപ്പിടിച്ചോ. ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീഴുമെന്ന് എനിക്കറിയാമല്ലോ. ഇപ്പൊ വരാവേ. ഇങ്ങോട്ടാ ബൈക്ക് എടുക്കണ്ടേ? എന്നാത്തിനാ? അതവിടെ വെച്ചാ പോരെ? നമ്മുടെ കൂടെ വന്ന ആളല്ലേ, നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്ന മൂപ്പരും കൂടെ ഒന്ന് കണ്ടോട്ടെ. അതിന് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. എടാ ബൈക്ക് ഇവിടെ വെച്ചാ ആരേലും കാണും, അവരിങ്ങോട്ട് വരും. അതല്ലേടാ നിന്റെ പേടി? അധികം തള്ളൊന്നും വേണ്ട, ഇവിടെ അങ്ങ് വെച്ചേക്ക്. ഇവിടെ വെച്ച് ആരും കാണത്തൊന്നുമില്ല. ഹണിമൂൺ സ്റ്റൈൽ സെറ്റപ്പ് ഒക്കെ ആണ്. നമ്മൾ ഹണിമൂൺ ഇവിടെ ആക്കിയാലോ? അപ്പോഴേക്കും അതിന് ഇവിടെയൊക്കെ ഫ്ലാറ്റ് കിട്ടും. പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്യണ്ടല്ലേ, ഇപ്പൊ തന്നെ ആക്കിയേക്കാം. എടാ നിന്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാത്തിനാ പ്രേമിക്കട്ടു? പ്രേമിക്കാൻ എന്നാത്തിനാ മടിയിൽ കിടക്കുന്നത്? ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നാ പോലെ. അത് മതി. അല്ല മടിയിലൊക്കെ കിടന്ന് ഇങ്ങനെ കണ്ണിലേക്കൊക്കെ നോക്കി അല്ലേ എൻ്റെ രീതി. നിനക്ക് എൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൈ ഇടണം. അതിന് എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ ഞാൻ മടി കിടക്കണം. സ്ട്രാറ്റജികളാണ് സംഭവം. സ്ട്രാറ്റജി ആയിരുന്നല്ലേ? നിന്നെ പോലത്തെ ചെറുക്കന്മാർക്ക് ചെഗ്വാരയുടെ കോസ്റ്റ്യൂമും വേണു നാഗവള്ളിയുടെ മനസ്സാന്നാ ചാച്ചൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട്? അതിനറിയത്തില്ലേ? അല്ല, ഈ എൻ്റെ വിയർപ്പിനോളം ആകാശത്തിനോളം അമ്മാതിരി സ്ഥിരം ഡയലോഗൊന്നും വേണ്ട. ശരിക്കും പറയാം, എത്ര ഇഷ്ടമുണ്ട്? പറ. ഞാൻ ആലോചിച്ച് പറഞ്ഞ നീ എന്നെ കളിയാക്കും. ഇല്ല, പറഞ്ഞോ, കേക്കട്ടെ. ബൈബിളിലെ ഒരു ഡയലോഗില്ലേ, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം, നീ ഉറങ്ങിയില്ലെങ്കിലും അവളെ ഉറക്കണം. അത് മതിയോ? ഇത്രയ്ക്കൊന്നും വേണ്ട. തൽക്കാലം ഒരു കാര്യം പറഞ്ഞാൽ മതി. നിനക്ക് എന്നെയാണോ ഇഷ്ടം, എൻ്റെ ശരീരമാണോ? അല്ല, ശരീരം ഇഷ്ടപ്പെടുന്ന അത്ര മോശ പരിപാടിയൊന്നുമല്ല, എന്നാലും എന്തിനാ ഇതൊക്കെ ചോദിച്ച് ടൈം സ്പോയിൽ? എടാ എന്നാലും ഒരു ഉറപ്പിന്. തിരിച്ചു പോവാം, ആദ്യം പറഞ്ഞിട്ട് പോവാം. വിശ്വാസമില്ലല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു? നീ എപ്പോഴേലും വിശ്വാസം എന്നുള്ള വാക്കിന് പിരിച്ചു നോക്കിയിട്ടുണ്ടോ? അതിലെ ശ്വാസം എടുത്തു കളഞ്ഞാൽ പിന്നെ ആ വാക്കില്ല.
ഞാനാ വാക്ക, നീ അല്ലേ ശ്വാസവും. എന്നിട്ട് എവിടെ ഇരുന്നാ നിങ്ങൾ കണ്ടത്? ഞാൻ ചെടികളുടെ ഇടയിൽ മറിഞ്ഞിരുന്നു. അവര് കണ്ട? ഞാൻ ശ്വാസം പിടിച്ചിരിക്കുകയല്ലേ. എന്നിട്ടെന്തുവാ, പിള്ളേർ പരിപാടി തുടങ്ങി. തുണി എടുത്തുണ്ടോ? തുണിയൊക്കെ ആദ്യം പഠിച്ച് വണ്ടി കൊണ്ട് വെച്ചില്ല. അതെന്താ അങ്ങനെ ചെയ്തേ? അതെന്താ അങ്ങനെ ചെയ്തെന്ന് അവരോട് പോയി ചോദിക്കണം. അതെന്താ അങ്ങനെ ചെയ്തത്? പിള്ളേരുടെ അച്ഛാ ദേഷ്യപ്പെടല്ലേ. എന്നിട്ടെന്താ, അവൻ ആളുടെ തൃപ്തിക്കാരനാ. അവനിപ്പം പരിപാടി നടത്തണം. അപ്പം അവള് പറയുന്നുണ്ട് ഇന്ന് അവസാന ദിവസമാ, വേണ്ട വേണ്ട. എന്തിന്റെ അവസാന ദിവസം? മാസം അറിയേ. എന്നിട്ട് അവൻ അവള് പറയുന്നത് കേട്ടോ? എവിടുന്ന്? അവൻ മൂപ്പൂച്ച് നിൽക്കുകയല്ലയോ. അവൻ ആളൊരു വ്യാകരണമാണ്. വ്യാഘ്രമല്ല, ശീഘ്രം. അവനേ ബലവാനല്ല, ബാലൻ. പക്ഷേ ആ പെണ്ണ് ആളൊരു രസ്യത്തിയാണ്. താനിപ്പോൾ ചിരിച്ചില്ലയോ, അതിനൊക്കെ മുഴക്കമുള്ള ചിരി അവളൊക്കെ ചിരിച്ചു. അത് കേട്ട് അവനങ്ങ് ഊമ്പിപ്പോയി. എന്നിട്ടേ അവൻ്റെ ചോര പറ്റിയ പൂച്ചാടി നോക്കിയിട്ട് അവൾ പറയുക, ഇതിപ്പോൾ പെറ്റിട്ട കുഞ്ഞിനെ പോലെ ഉണ്ടല്ലോ. ആ ചെറുക്ക് തിരിച്ചോ? ആ രസികൻ അവൻ എഴുതി പോകാൻ പോയി. അപ്പോൾ അവൾ അവനെ ഉറുപ്പിടൊക്കെ ഒന്ന് പിടിച്ചു, നെഞ്ചത്തോട്ട് കയറി കിടന്നു. എന്ന് പറയുക, കുറച്ചുകൂടെ സ്നേഹിച്ചിട്ട് പോയാൽ മതി. ആ ഇന്നലെ കഴിച്ച പന്നി വയറ്റിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. എന്നാലും ഇവർ കഴിച്ചില്ലേ? പോവാം, വൈകുന്നേരം അമ്പലത്തെ ചുറ്റുകളൊക്കെ ഉള്ളതാ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. നിനക്കല്ലായിരുന്നു ഇവിടെ വരാൻ തീർത്തി. ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞ പണിയാവും. വാ. എന്നിട്ട് ഈ പേടിയൊന്നും കണ്ടില്ലല്ലോ എത്ര നേരം. നീ പറയുന്നേക്ക്. ആരാ? കുട്ടൻ്റെ അമ്മ, ഇത് ഞാനാ, ജോസ്. വാസുവേട്ടൻ വിളിച്ചാർന്നേ. ദേ ഇപ്പൊ വരും, കക്കൂസെ പോയേക്കുവാ. കുട്ടൻ്റെ അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എൻ്റെ ജോസേ, നീ ഈ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എന്നോട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണ്ട. ജോസേ, ഇരിക്കണത് ഞാൻ പോരാ. ഓ,
2 ഫോണിനും കൂടെ 7000 രൂപയെ ജോസ് തന്നുള്ളൂ. കുറച്ചുകൂടെ തരായിരുന്നു. അതെ, ആ നിങ്ങൾ എന്നാത്തിനാ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും തുണി എടുത്തോണ്ട് പോന്നേ? ചുമ്മാ ഒരു രസം. എനിക്കിപ്പോ തുണിയില്ലടാ, നീ ഉടുപ്പിക്കോ? നീ ഇവിടെ ഇരുന്ന് കരഞ്ഞോ, ഞാൻ പോവാ.